നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ രാമവിലാപം ആണ് വായിച്ചത്. ഈ അധ്യായത്തിൽ അംബികാവ്രതോപദേശം ആണ് വായിക്കുന്നത്. തൃതീയ സ്കന്ധം ആണ്. അത ത്രിദശോധ്യായ അംബികാവ്രതോപദേശം. ഏവം തൗ സംവിധം കൃത്വാ യാവത് തൂഷ്ണീം ബഭൂവതു ആജഗാമാ തദാകാശാ നാരദോ ഭഗവാൻ ഋഷി. ഇങ്ങനെ വിചാരിച്ച് രണ്ടുപേരും ശാന്തരായിരിക്കുന്ന നേരത്ത് ഭഗവാൻ നാരദ മഹർഷി ആകാശത്തു നിന്നും അവരുടെ അടുത്തേക്ക് വന്നു. രണയൻ മഹരീം വീണാം സ്വരഗ്രാമവിഭൂഷിതാം ഗായൻ ബൃഹസ്ദ്രതം സാമാ തഥാ സമുപതസ്ഥിതവാൻ. സ്വരസമൂഹത്താൽ വിഭൂഷിതമായ മഹതി എന്ന വീണയിൽ സാമവേദത്തിലെ ബൃഹദ്രഥം ആലപിച്ചുകൊണ്ട് അദ്ദേഹം രാമന്റെ അടുത്തെത്തി. ദൃഷ്ട്വാതം രാമ ഉത്ഥായ ദദാവദാവൃഷം ശുഭം ആസനം ചാർഖ്യപാദ്യം ച കൃതവാനമിതദ്യുതി. അമിത തേജസ്വിയായ രാമൻ ഉടനെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ഉത്തമമായ ആസനവും അർഘ്യപാദാദികളും നൽകി സൽക്കരിച്ചു. പൂജാംബരമികാം കൃത്വാ കൃതാഞ്ജലിരുപസ്ഥിത ഉപവിഷ്ടാ സമീപേ തു കൃതാജ്ഞോ മുനിനാ ഹരി. ഉത്തമമായ പൂജ ചെയ്തിട്ട് കൈകൂപ്പിക്കൊണ്ട് അടുത്തു ചെന്ന് നിന്നു. മുനിയുടെ അനുവാദത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തു തന്നെ ഉപവിഷ്ടനായി. ഉപവിഷ്ടം തഥാ രാമം സാനുജം ദുഃഖമാനസം പപ്രച്ഛ നാരദ പ്രീത്യാ കുശലം മുനിസത്തമാം. അനുജനോടുകൂടി ദുഃഖിച്ചിരിക്കുന്ന രാമനോട് മുനിമുഖ്യനായ നാരദൻ സസന്തോഷം കുലശം ചോദിച്ചു. കഥം രാഘവ ശോകാർത്തോ യഥാ വൈ പ്രകൃതോ നരാ ഹൃദാം സിതാം ച ജാനാമി രാവണേന ദുരാത്മന. രാഘവ, അങ്ങ് ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ശോകാർത്ഥനായി ഇരിക്കുന്നത് എന്താണ്? ദുരാത്മാവായ രാവണൻ സീതയെ അപഹരിച്ച കാര്യം എനിക്കറിയാം. സുരസത്മഗധംശാഹം ശ്രുതവാൻ ജനകാത്മജാം പോലസ്തേന ഹൃദാം മോഹാത് മരണം സ്വമജാനത. ഞാൻ സ്വർഗത്ത് പോയിരുന്നു. തൻ്റെ മരണത്തെക്കുറിച്ച് അറിവില്ലാത്ത രാവണൻ മോഹിതനായി ജനകപുത്രിയെ അപഹരിച്ചു എന്ന് അവിടെ വെച്ച് ഞാൻ കേട്ടു. തവ ജന്മജകാകുൽസ്ഥ പൗലസ്ത്യ നിധനായ വൈ മൈഥിലി ഹരണം ജാതമേതദർത്ഥം നരാധിപ. കാകുൽസ്ഥനായ രാജർഷി, അങ്ങ് ജനിച്ചത് ആ രാവണനെ കൊല്ലാൻ വേണ്ടിയാണ്. അതിനുള്ള ഒരു നിമിത്തമാണ് മൈഥിലി ഹരണം. പൂർവജന്മനി വൈദേഹി മുനിപുത്രി തപസ്വിനി രാവണേന വനേ ദൃഷ്ട്വാ തപസ്യന്തി ശുചിസ്മിത. പൂർവജന്മത്തിൽ ഈ വൈദേഹി തപസ്വിനിയായ ഒരു മുനിപുത്രിയായിരുന്നു. വനത്തിൽ വെച്ച് തപസ് ചെയ്യുന്ന സുന്ദരിയായ അവളെ രാവണൻ കണ്ടു. പ്രാർത്ഥിതാ രാവണേനാസൗ ഭവഭാര്യേരി രാഘവ തിരസ്കൃതസ്തയാസൗ വൈ ജഗ്രാഹ കബരം ഫലാത്. ഹേ രാമ, ആ രാവണൻ അപ്പോൾ അവളോട് തൻ്റെ ഭാര്യയായിരിക്കാൻ അപേക്ഷിച്ചു. അവൾ അത് തിരസ്കരിച്ചപ്പോൾ അവൻ അവളുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചു. ശശാപ തക്ഷണം രാമ രാവണം താപസി ഭൃശം കുപിതാ ത്യക്തുമിച്ഛന്തി ദേഹം സംസ്പർശദൂഷിതം. ഉടൻ തന്നെ ആ തപസ്സിനെ രാവണൻ സ്പർശിച്ച സ്വശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച് അതികോപത്തോടെ രാവണനെ ശപിച്ചു. ദുരാത്മം സ്തവനാശാർത്ഥം ഭവിഷ്യാമി ധരാതലേ അയോനിജാവരാ നാരി ത്യുക്ത്വാ ദേഹം ജഹാവപി. ദുരാത്മാവെ, നിന്റെ നാശത്തിനായി ഞാൻ അയോനിജയായ ഒരു ഉത്തമ കന്യകയായി ഭൂമിയിൽ ജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. സേയം രാമാംശ സംഭൂത ഗൃഹീത തേന രക്ഷസാം വിനാശാർത്ഥം കുലസൈവ ഭാവ്യാലി സഗ്രീവ സംഭ്രവത്. ലക്ഷ്മി ദേവിയുടെ അംശസംഭൂതയായ അവളെയാണ് രാവണൻ ഇപ്പോൾ അപഹരിച്ചത്. അവൻ്റെ കുലത്തിനു തന്നെ അത് നാശമാണ്. പൂമാലയാണെന്ന് കരുതി അവൻ സംഭ്രമത്തോടെ എടുത്തത് സർപ്പത്തെയാണ്. തവ ജന്മ ചകാകുൽസ്ഥ തസ്യ നാശായ ചാമരേ പ്രാർത്ഥിതസ്യ ഹരേരംശാ ദജവംശേ അപ്യജന്മനാം. ദേവന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് അജനയെ ഹരിയുടെ അംശബോധിയായി അങ്ങ് അജവംശത്തിൽ ജനിച്ചു. ഹേ കാകുൽസ്ഥ, അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ ജനനം.
കുരു ധൈര്യം മഹാബാഹോ തത്ര സാ വർത്തത്തെ അവശാ സതീ ധർമ്മരഥാ സീതാ ത്വാം ധ്യായന്തി ദിവാനിശം. അതുകൊണ്ട് ഹേ മഹാബാഹോ, ധൈര്യമായിരിക്കുക. ധർമ്മതൽപരനും പവിത്രയുമായ ആ സീത അവിടെ രാപ്പകൽ അങ്ങേ തന്നെ ചിന്തിച്ചുകൊണ്ട് വിവശയായി കഴിയുന്നുണ്ട്. കാമധേനൂപയ പാത്രേ കൃത്വാ മഗവദാ സ്വയം പാനാർത്ഥം പ്രേഷിതം തസ്യാ പീതം ചൈവാമൃതം യഥാ. കാമധേനുവിൻ്റെ പാല് ദേവേന്ദ്രൻ തന്നെ പാത്രത്തിലാക്കി അവൾക്ക് കുടിക്കുവാൻ വേണ്ടി കൊടുക്കുകയും അവൾ അമൃത് പോലെ അത് കുടിക്കുകയും ചെയ്തു. സുരഭിദുഗ്ധപാനാത് സാ ക്ഷുത്രദുഃഖവിവർജിതാ ജാതാ കമലപത്രാക്ഷി വർത്തത്തെ വീക്ഷിതാ മയാ. കാമധേനുവിൻ്റെ പാൽ കുടിച്ചതുകൊണ്ട് വിശപ്പും ദാഹവും ക്ലേശിപ്പിക്കാത്ത നിലയിൽ ഇരിക്കുന്നവളായി ഞാൻ ആ താമരക്കണ്ണാളെ കാണുകയുണ്ടായി. ഉപായം കഥയാമ്യദ്യ തസ്യ നാശായ രാഘവ വ്രതം കുരുഷ്വ ശ്രദ്ധാവാൻ അശ്വിനേ മാസി സംവ്രതം. ഹേ രാഘവ, അവൻ്റെ നാശത്തിനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. ഈ അശ്വിനി മാസത്തിൽ അങ്ങ് വളരെ ശ്രദ്ധയോടെ ഒരു വ്രതം അനുഷ്ഠിക്കണം. നവരാത്രോപവാസം ച ഭഗവത്യാ പ്രപൂജിനം സർവസിദ്ധീകരം രാമ ജപഹോമാ വിധാനതാം. നവരാത്രോപാസനയും ഭഗവതി പൂജയും ജപഹോമങ്ങളും വിധി അനുസരിച്ച് ചെയ്താൽ ഹേ രാമ അത് സർവസിദ്ധിപ്രദമാണ്. മേധേ ച പശുഭിർദേവ്യാം ബലിം ദത്വാ വിശംസിതേ ദശാംസം ഹവനം കൃത്വാ സശക്തം ഭവിഷ്യസി. ശുദ്ധമായ മൃഗങ്ങളെ കൊന്ന് ബലിയർപ്പിച്ച ശേഷം ജപിച്ചതിൻ്റെ 10 മന്ത്രങ്ങൾ കൊണ്ട് ഹോമവും ചെയ്താൽ അങ്ങ് ശക്തനായി തീരും. വിഷ്ണുന അചരിതം പൂർവം മഹാദേവേന ബ്രാഹ്മണ തഥാ ഭഗവതാ ചീർണം സ്വർഗമധ്യസ്ഥിതേന വൈ. വിഷ്ണുവും മഹാദേവനും ബ്രഹ്മാവും സ്വർഗത്തെ അധിവസിക്കുന്ന ദേവേന്ദ്രനും ഈ വ്രതം പണ്ട് ആചരിച്ചിട്ടുണ്ട്. സുഖിനാരാമ കർത്തവ്യം നവരാത്രവ്രതം ശുഭം വിശേഷേണ ച കർത്തവ്യം പുംസാ കഷ്ടകഥേന വൈ. സുഖിയായിരിക്കുന്നവൻ പോലും നവരാത്രവ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കഷ്ടത്തിൽപ്പെട്ട മനുഷ്യർ തീർച്ചയായും ഈ വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം. വിശ്വാമിത്രേണ കാകുൽസ്ഥാ കൃതമേതന്ന സംശയ ഭൃഗുണാദ വസിഷ്ഠേന കശ്യപേന തദേവ ച. ഹേ കാകുൽസ്ഥാ, വിശ്വാമിത്രൻ ഇത് അനുഷ്ഠിച്ചിട്ടുണ്ട്. നിശ്ചയം അതുപോലെ തന്നെ ഭൃഗുവും വസിഷ്ഠനും കശ്യപനും. ഗുരുണാഹൃതധാരേണ കൃതമേതൻ മഹാവ്രതം തസ്മാത്വം കുരു രാജേന്ദ്ര രാവണസ്യ വധായ ച. ധാരാപഹരണകാലത്ത് ബൃഹസ്പതിയും അത്യുത്തമമായ ഈ വ്രതം അനുഷ്ഠിച്ചു. രാജശ്രേഷ്ഠ, അതുകൊണ്ട് അങ്ങും രാവണവധത്തിനു വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കണം. ഇന്ദ്രേണാവൃതനാശായ കൃതം വ്രതമനുത്തമം ത്രിപുരസ്യ വിനാശായ ശിവേനാപി പുരാകൃതം. ഇന്ദ്രൻ വൃത്രാസുരനെ വധിക്കാൻ ഈ വ്രതം അനുഷ്ഠിക്കുകയുണ്ടായി. ത്രിപുരന്മാരെ വധിക്കാൻ പണ്ട് ശിവനും ഈ വ്രതം നോറ്റു. ഹരിണാമധുനാശായ കൃതം നേരോ മഹാമതേ വിധിവത് കുരു കാകുൽസ്ഥാ വ്രതമേതദ്രിത. വിഷ്ണുവും മധുവിനെ കൊല്ലാൻ മേരുവിൽ വെച്ച് ഈ വ്രതം അനുഷ്ഠിച്ചു. ഹേ കാകുൽസ്ഥാ, ഒരു മടിയും കൂടാതെ ഈ വ്രതം വിധിയാവണ്ണം അങ്ങ് അനുഷ്ഠിക്കൂ. ശ്രീരാമ ഉവാച. കാ ദേവി കിം പ്രഭാവാസാ കുതേ ജാതാ കിമാകൃതേ വ്രതം കേ വിധിവത് ബ്രൂഹി സർവജ്ഞോ അസി ദയാനിധേ. ആരാണ് ആ ദേവി? എന്താണ് ആ ദേവിയുടെ ശക്തിവിശേഷം? ഇവിടെ നിന്നുണ്ടായി? എന്താണ് രൂപം? വിധിയനുസരിച്ചുള്ള വ്രതം എന്താണെന്ന് ദയവായി പറയൂ. അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ. നാരദ ഉവാച. ശൃണു രാമ സദാ നിത്യാ ശക്തിരാബ്ദ്യാ സനാതനി സർവകാമപ്രദാ ദേവി പൂജിതാ ദുഃഖനാശിനി. രാമ, കേൾക്കൂ. ബ്രഹ്മത്തിൽ ശക്തിരൂപേണ സ്ഥിതി ചെയ്യുന്ന ആ ദേവി കാലത്രയത്തിലും നാശമില്ലാത്തവളും സകലത്തിനും ആദികാരണവും സനാതനിയുമാണ്. പൂജിച്ചാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്ന അവൾ ജനനമരണാദി സർവ്വ ദുഃഖങ്ങളെയും നശിപ്പിക്കും. കാരണം സർവഭൂതാനാം ബ്രഹ്മാദീനാം രഘുദ്വഹ തസ്യാ ശക്തിം വിനാ കോ അഭി സ്പന്ദിതും ന ക്ഷമോ ഭവേത്. ഹേ രഘുനന്ദന, അവളാണ് ബ്രഹ്മാദികളായ സകല ജീവജാലങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണം. അവളുടെ ശക്തി കൂടാതെ ഒരുവനും ഒന്ന് സ്പന്ദിക്കുവാൻ പോലും ശക്തനാവുകയില്ല. വിഷ്ണോപാലനശക്തി സാ കർത്തൃശക്തി പിതർമമ രുദ്രസ്യ നാശശക്തി സാ തുന്യാശക്തി പരാശിവ. വിഷ്ണുവിൻ്റെ പാലനശക്തി അവളാണ്. എൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തി അവളാണ്. രുദ്രൻ്റെ നാശശക്തിയും അവൾ തന്നെ.
പാശശക്തിയായി അവൾ തന്നെ ബ്രഹ്മശക്തി. ബ്രഹ്മവിഷ്ണു ശിവരൂപേണ വിളങ്ങുന്നതും ആ ശക്തി സ്വരൂപിണി തന്നെ. യച്ഛ കിഞ്ചിത് ക്വചിന്ദ്വസ്തു സദസദ്ഭുവനത്രയേ തസ്യ സർവസ്യ യാ ശക്തിസ്തദുത്പത്തികൃതോ ഭവേത്. എന്തിനധികം സത്വമസത്വമായി ത്രിഭുവനങ്ങളിലും എന്തെല്ലാമുണ്ടോ അവയ്ക്കെല്ലാം മൂലശക്തി ആ പരബ്രഹ്മസ്വരൂപിണിയായിരിക്കെ അവൾ എവിടെ നിന്നുണ്ടാവാനാണ്? എങ്ങു നിന്നും ഉണ്ടായതല്ല. സർവകാരണമായ ഒന്നിന് ഉൽപ്പത്തി പറയാവുന്നതല്ലല്ലോ. ന ബ്രഹ്മാ ന യഥാ വിഷ്ണുർന രുദ്രോ ന ദിവാകരാം ന ചേന്ദ്രാദ്യാസുരാ സർവേ ന ധാരാ ന ധരാധരാ. ബ്രഹ്മാവിനും വിഷ്ണുവിനും രുദ്രനും ആദിത്യനും ഇന്ദ്രാദികളായ ദേവന്മാരും ഭൂമിയും പർവ്വതങ്ങളും ഒന്നും ഇല്ലാതിരുന്നപ്പോഴും തഥാ സാത് പ്രകൃതി പൂർണ്ണ പുരുഷേണ പരേണ വൈ സംയുതാ വിഹരത്യേവായുഗാദൗ നിർഗുണ ശിവ. ആ പ്രകൃതി പൂർണ്ണയായിരിക്കുന്നു. പൂർണ്ണയായ ആ പരാശക്തി പരമപുരുഷനോടുകൂടി സാമ്യാവസ്ഥ രൂപത്തിൽ യുഗാദിയിൽ വിഹരിക്കുകയായിരുന്നു. സാ ഭൂത്വാ സഗുണാ പശ്ചാത് കരോധി ഭുവനത്രയം പൂർവം സംസൃജ്യ ബ്രഹ്മാദീൻ ദത്വാ ശക്തിശ്ച സർവശാം. പിന്നെ അവൾ സഗുണഭാവം സ്വീകരിച്ച് അഥവാ ഗുണത്രയ രൂപേണ ഭിന്നിച്ച് ആദ്യം ബ്രഹ്മാദികളെ സൃഷ്ടിച്ചു. അവർക്ക് തത്തധനു രൂപമായ ശക്തി നൽകി. അങ്ങനെ ഭുവനത്രയ സൃഷ്ടി നടത്തുന്നു. താം ജ്ഞാത്വാ മുച്യതേ ജന്തുർജന്മ സംസാരബന്ധനാൻ സാ വിദ്യാ പരമാജ്ഞേയ വേദാബ്ദ്യ വേദകാരിണി. ബ്രഹ്മസ്വരൂപിണിയാണ് അവൾ എന്ന് അറിഞ്ഞ ജീവൻ ജന്മം തുടങ്ങിയ സംസാരബന്ധനത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. ബ്രഹ്മരൂപിണിയായ ആ വിദ്യയാണ് വേദമൂലവും വേദവിധാത്രിയും. അസംഖ്യാതാനി നാമാനി തസ്യാ ബ്രഹ്മാദിഭിഃ കില ഗുണകർമ്മ വിധാനേസ്തു കൽപ്പിതാനി ച കിം ബ്രുവേ. അനേകം നാമങ്ങൾ ഗുണകർമ്മഭേദമനുസരിച്ച് അവൾക്ക് ബ്രഹ്മാദികൾ കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്താണ് പറയുക? ചരാചരാത്മകമായി കാണുന്ന സകലതും അവളുടെ നാമരൂപങ്ങളാണെന്ന് ചുരുക്കം. ആകാരാദീക്ഷകാരം ദേ സ്വരേർ വർണ്ണേസ്തു യോജിതേ അസംഖ്യേയാനി നാമാനി ഭവന്തി രഘുനന്ദന. ഹേ രഘുനന്ദന, അകാരം മുതൽ ക്ഷകാരം വരെയുള്ള സ്വരവർണ്ണയങ്ങൾ യോജിച്ച് അനേകം നാമങ്ങൾ അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. രാമോവാച വിധിം മേ ബ്രൂഹി വിപ്രശ്യേ വ്രതസ്യാസ്യ സമാസദാം കരോമ്യദേവ ശ്രദ്ധാവാൻ ശ്രീദേവ്യാ പൂജനം തഥാ. ഹേ വിപ്രശ്യേ, ശ്രീദേവി പൂജനം ഉടനെ തന്നെ എനിക്ക് ശ്രദ്ധാപൂർവം തുടങ്ങാൻ വേണ്ടി വ്രതവിധികളെക്കുറിച്ച് വിശദമായി പറഞ്ഞാലും. നാരദ ഉവാച പീഠം കൃത്വാ സമേ സ്ഥാനേ സംസ്ഥാപ്യ ജഗദംബികാം ഉപവാസാന്ന വൈവത്വം കുരു രാമവിധാനത. സമനിരപ്പായ ഒരു സ്ഥലത്ത് പീഠം വച്ച് ജഗദംബികയെ പ്രതിഷ്ഠിക്കണം. വ്രതമനുസരിച്ച് നവരാത്രികളിൽ അങ്ങ് ഉപവസിക്കണം. ആചാര്യോഹം ഭവിഷ്യാമി കർമ്മണ്യസ്മിൻ മഹീമതേ ദേവകാര്യവിധാനാർത്ഥമുത്സാഹം പ്രകരോമ്യഹം. ഈ കർമ്മത്തിൽ ഞാൻ അങ്ങയുടെ ആചാര്യനാവാം. ദേവകാര്യം സാധിക്കുന്നതിനു വേണ്ട ഉത്സാഹവും ചെയ്യാം. വ്യാസ ഉവാച തശ്രുത്വാ വചനം സത്യം മത്വാ രാമപ്രതാപവാൻ കാരയിത്വാ ശുഭം പീഠം സ്ഥാപയിത്വാംബികാം ശിവം. ആ വാക്കു കേട്ട് അത് സത്യമാണെന്ന് ഉറച്ച് പ്രതാപിയായ രാമൻ ഉത്തമമായ ഒരു പീഠം ഉണ്ടാക്കി മംഗളകാരണിയായ അംബികയെ പ്രതിഷ്ഠിച്ചു. വിധിവത് പൂജനം തസ്യാ ശകാര വ്രതവാൻ ഹരി സംപ്രാപ്തേ ചാശ്വിനേ മാസി തസ്മിൻ ഗിരിവരേ തഥാ. അശ്വിനമാസമായപ്പോൾ ആ പർവ്വത പ്രദേശത്ത് വെച്ച് രാമൻ വ്രതനിഷ്ഠയോടുകൂടി വിദ്യാവണ്ണം അംബികയെ പൂജിച്ചു. ഉപാവാസപരോ രാമ കൃതവാൻ വ്രതമുത്തമം ഹോമം ച വിധിവത് തത്ര ബലിദാനം ച പൂജനം. ഉപവാസത്തോടുകൂടി ഉത്തമമായ നവരാത്രവ്രതം അനുഷ്ഠിച്ച് ഹോമവും ബലിദാനവും പൂജയും അവിടെ വെച്ച് വിധിയനുസരിച്ച് ചെയ്തു. ഭ്രാതരൗ ചക്രതു പ്രേംണ വ്രതം നാരദ സമ്മതം അഷ്ടമ്യാ മധ്യരാത്രേതു ദേവി ഭഗവതി ഹിസ. രണ്ടു സഹോദരന്മാരും നരദസമ്മതമായ വിധം ഭക്തിപൂർവം വ്രതം നോറ്റു. അഷ്ടമി ദിവസം അർദ്ധരാത്രിയിൽ ആ ഭഗവതി ദേവി സിംഹാരൂഢ ദദൗ തത്ത ദർശനം ത്രിപൂജിത ഗിരിശൃംഗേ സ്ഥിതോ വാചാം രാഘവം സാനുജം ഗിരാം.
മേഘഗംഭീരയാ ചേദം ഭക്തിഭാവേന തോഷിതാം. ഗിരിശൃംഗത്തിൽ സിംഹരൂഢയായി പ്രത്യക്ഷ ദർശനം നൽകി. ഭക്തി പരിതോഷിയായ ആ ദേവി സാനുജനായ രാമനോട് മേഘഗംഭീരമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു. ദേവി ഉവാച: രാമ രാമ മഹാബാഹോ തുഷ്ടാസ്മ്യദ്യ വ്രതേന തേ പ്രാർത്ഥയസ്വ വരം കാമം യത്തെ മനസി വർത്തതേ. നാരായണാംശ സംഭൂതസ്ത്വം വംശേ മാനവേ അനഘേ. മഹാബാഹുവായ രാമ, ഞാൻ അങ്ങയുടെ പൂജയിൽ ഇന്ന് സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങ് മനസ്സാ ആഗ്രഹിക്കുന്ന വരം എന്തോ അത് ചോദിച്ചു കൊള്ളുക. പാവനമായ മനുവംശത്തിൽ ജനിച്ച അങ്ങ് നാരായണാംശ സംഭവനാണ്. രാവണസ്യാവതായേവ പ്രാർത്ഥിതസ്തേ മരേസ്രസി പുരാ മത്സ്യധനം കൃത്വാ ഹത്വാ ഘോരം ച രാക്ഷസം. രാവണവധത്തിനായി ദേവന്മാർ അങ്ങയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പണ്ട് അങ്ങ് മത്സ്യരൂപം കൈക്കൊണ്ട് ഭയങ്കരനായ രാക്ഷസനെ കൊന്ന് ത്വയാ വൈ രക്ഷിതാ വേദാസുരാണാം ഹിതച്വിച്ഛതാ ഭൂത്വാ കച്ചപരൂപസ്തു ധൃതവാൻ മന്ദരം ഗിരം. വേദങ്ങളെ രക്ഷിച്ചു ദേവന്മാർക്ക് ഹിതം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ആമയുടെ രൂപം സ്വീകരിച്ച് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. അകൂപാരം പ്രമന്ഥാനം കൃത്വാ ദേവാന പോഷയാ കോലാരൂപം പരം കൃത്വാ ദശനാഗ്രേണ മേദിനീം. പാലാഴി കടയുവാനായി തീർന്ന് ദേവന്മാർക്ക് ശക്തി നൽകി. പന്നിയുടെ രൂപം ധരിച്ച് ഭൂമിയെ സ്വന്തം തേറ്റയിൽ ധൃതവാനസീയദ്രാമ ഹിരണ്യാക്ഷം ജഗാന ച നരസിംഹം തനൂകൃത്വാ ഹിരണ്യകശിപും പുരാ. സ്വസ്ഥാനത്ത് ഉറപ്പിക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. നാരസിംഹ ശരീരം സ്വീകരിച്ച് മുമ്പ് ഹിരണ്യകശുവിനെ പ്രഹ്ലാദം രാമ രക്ഷിത്വാ ഹതവാനസി രാഘവ വാമനം വപുരാസ്തായ പുരാം ചലിതവാൻ ബലിം. വധിച്ച് പ്രഹ്ലാദനെ രക്ഷിച്ചു. ഹേ രാഘവ, അങ്ങ് വാമനപുരം സ്വീകരിച്ച് ബലിയെ കണ്ട് വഞ്ചിച്ചു. ഭൂത്വേന്ദ്രസ്യാനുജ കാമം ദേവകാര്യപ്രസാദക ജമദഗ്നി സുതസ്ത്വം മേ വിഷ്ണോരംശേന സംഗത. ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനെ അനുജനായി ജനിച്ചാണ് ബലിയെ വഞ്ചിച്ചത്. എൻ്റെയും വിഷ്ണുവിൻ്റെയും അംശങ്ങൾ ചേർന്ന് ജമദഗ്നി സുതനായി ജനിച്ച് കൃത്വാന്തം ക്ഷത്രിയാണാം തു ദാനം ഭൂമേരദാദ്വിജേ തദേദാനീം തു കാകുൽസ്ഥാ ജാതൗ ദശരഥാത്മജാം. ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കി ഭൂമി ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തു. ഹേ കാകുൽസ്ഥ, അതുപോലെ അങ്ങ് ഇപ്പോൾ ദശരഥപുത്രനായി ജനിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിതസ്തു സുരേ സർവേ രാവണേനാതിപീഡിതേ കവയസ്തേ സഹായ വൈ ദേവാംശ ബലവത്തരാം. രാവണനാൽ പീഡിക്കപ്പെട്ട് ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ആണ് അങ്ങയുടെ ഈ ജനനം. ദേവാംശ സംഭൂതരും ബലവാന്മാരുമായ വാനരന്മാരുടെ സഹായം അങ്ങേക്ക് ഉണ്ടാകും. ഭവിഷ്യന്തി നരവ്യാഗ്രാമച്ഛക്തി സംയുദാഹ്യമേ ശേഷാംശോ ആപ്യനുജസ്തേ അയം രാവണാത്മജ നാശകാം. ഹേ പുരുഷോത്തമ, ഇവർ എൻ്റെ ശക്തി സമാവേശിച്ചവരായി ഭവിക്കും. ശേഷാംശ സംഭവനായ ഈ നിന്റെ അനുജൻ രാവണന്റെ പുത്രന്റെ ഹന്താവായി ഭവിഷ്യതേന സന്ദേഹ കർത്തവ്യോ അത്ര ത്വയാ നഗാം വസന്തേ സേവനം കാര്യം ത്വയാ തത്ര ശ്രദ്ധയാ ഭവിക്കും. ഹേ പാപരഹിത, അങ്ങ് ഇക്കാര്യത്തിൽ തീരെ സംശയിക്കേണ്ട. വസന്തത്തിലും അങ്ങ് ഇവിടെ വെച്ച് എന്നെ ഇതുപോലെ ശ്രദ്ധാപൂർവം പൂജിക്കണം. ഹത്വാ അദാ രാവണം പാപം കുരു രാജ്യം യഥാസുഖം ഏകാദശസഹസ്രാണി വർഷാണി പൃഥ്വീതലേ. പാപിയായ രാവണനെ കൊന്ന് യഥാസുഖം ഭൂമിയിൽ 11,000 വർഷം ഭരണം നടത്തുക. കൃത്വാ രാജ്യം രഘുശ്രേഷ്ഠ ഗന്ധാസി പൃഥ്വിത്രിദിവം പുനാ. ഹേ രഘുശ്രേഷ്ഠ, രാജ്യം വാണിട്ട് വീണ്ടും അങ്ങ് സ്വർഗത്തേക്ക് പോകും. വ്യാസോവാച ഇത്യുക്ത്വാന്തർദധേ ദേവി രാമാസ്തു പ്രീതമാനസ. എന്ന് പറഞ്ഞിട്ട് ദേവി അന്തർധാനം ചെയ്തു. രാമൻ അത്യധികം സന്തുഷ്ടചിത്തനായി തീർന്നു. സമാച്യ തത്വ്രതം ചക്രേ പ്രയാണം ദശമീധിനി വിജയാപൂജനം കൃത്വാ തദ്വാ ധാനാന്യകേകശ. 10ാമത്തെ ദിവസം രാമൻ ആ വ്രതം സമാപിച്ചു വിജയപൂജ നടത്തി. അനേകവിധ ദാനങ്ങളും ചെയ്തിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. കപീപതി ബലയുക്ത സാനുജ ശ്രീപതിശ്ച പ്രകടപരമശക്ത്യാ പ്രേരിത പൂർണ്ണകാമ ഉദതിതടഗതോ അസൗ സേതുബന്ധനം വിധായ
വ്യഹനധമരശത്രും രാവണം ഗീതകീർത്തി. വാനരാധിപതിയായ സുഗ്രീവന്റെ സൈന്യത്തോടും അനുജനോടും കൂടി ശ്രീരാമൻ പൂർണ്ണകാമനും ശ്രീദേവിയുടെ ശക്തിയുറ്റ വാക്കിനാൽ പ്രേരിതനുമായി സമുദ്രതീരത്തെത്തി സേതു ബന്ധിച്ച് ദേവശത്രുവായ രാവണനെ വധിച്ച് കീർത്തിയെങ്ങും പരത്തി. യശൃണോതി നരോ ഭക്ത്യാ ദേവ്യാ ശരിതമുത്തമം സ ഭുക്ത്വാ വിപുലാൻ ഭോഗാൻ പ്രാപ്നോതി പരമം പദം. ദേവിയുടെ അത്ഭുതാവഹമായ ഈ ചരിത്രം കേൾക്കുന്ന മനുഷ്യന്റെ വിവിധ ഭോഗങ്ങൾ അനുഭവിച്ച ശേഷം പരമപദം പ്രാപിക്കും. സദ്യന്യാസിനി പുരാണാനി വിസ്താരാണി ബഹൂനി ച ശ്രീമദ്ഭാഗവതസ്യാസ്യ ന തുല്യാനീതി മേ മതി. വിസ്തൃതമായ അന്യപുരാണങ്ങൾ അനേകമുണ്ട്, എന്നാൽ ഈ ശ്രീമദ് ഭാഗവത പുരാണത്തിന് തുല്യം മറ്റൊന്നില്ലെന്നാണ് എൻ്റെ മതം. ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ത്രിംശോऽധ്യായഃ സമാപ്തോ അയം തൃതീയസ്കന്ധഃ. ഓം മഹാദേവേ നമഃ.